ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. പട്ടായയിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇപ്പോൾ അടുത്തതായി കാണാൻ പോകുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരു ചെറിയൊരു ഇതുപോലൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഓൾറെഡി ടിക്കറ്റെല്ലാം എടുത്തതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് അധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. 1-2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബോട്ട് വരും. ഞങ്ങൾ ഡ്രൈവറാണ് ഇപ്പോൾ വീഡിയോ എടുത്ത ആൾ കേട്ടോ. ഞങ്ങൾ ബോട്ടിൽ കയറി പോകുന്ന ആ വീഡിയോ എല്ലാം നമ്മുടെ ഡ്രൈവർ എടുത്ത് അവരുടെ ടീമിന് അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോട്ട് കിട്ടി. ശിവഗംഗ വളരെ ഹാപ്പിയാണ്. ഇതാണ് ഞങ്ങളുടെ ടീം. ബോട്ടിൽ ഞങ്ങൾ മാത്രമല്ല, വേറെയും കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. എല്ലാവരും ചേർന്ന് ഒരു നിശ്ചിത ആളുകളാകുമ്പോഴാണ് അവർ ബോട്ട് അയക്കുക. അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. കുറേ അധികം വീടുകൾ ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വെള്ളത്തിൽ പില്ലർ നാട്ടി ചെയ്തിരിക്കുന്ന വീടുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും അറിയില്ലായിരുന്നു. ഒരു അറിവില്ലാതെയാണ് ഈ ബോട്ടിൽ കയറി പോയത്. നമ്മൾ അവിടെ ചെന്ന് തിരിച്ച് ബോട്ടിൽ തന്നെ വരുമോ അതോ എങ്ങനെയാണ്, ഒന്ന് ചുറ്റിക്കറക്കി കൊണ്ടുവരും എന്നൊക്കെ ആയിരിക്കും ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞത് അങ്ങനെയൊന്നും അല്ല, നമുക്ക് വൺ വേ മാത്രമേ ബോട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് പോകുന്ന ഈ സ്ഥലങ്ങളിലൂടെയെല്ലാം തിരിച്ച് നടന്ന് വേണം വരാൻ. അത് നമ്മൾ പോയ സമയത്ത് അറിയില്ലായിരുന്നു. അങ്ങനെ 2 സൈഡിലും കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങൾ പോവാണ്. ഈ പോണ സമയത്ത് അവിടെ നിന്നൊക്കെ ആരൊക്കെയോ ഫോട്ടോ എടുക്കും. ഇതിന് ശേഷം നമ്മൾ ഏറ്റവും അവസാനം ട്രിപ്പൊക്കെ കഴിഞ്ഞ് എക്സിറ്റ് അടിക്കുമ്പോൾ അവർ ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമ്മളെ കാണിച്ചു തരും. നമ്മളിങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആ ഫോട്ടോയിൽ ഒരു ഭംഗിയായിട്ട് കിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു ഈ സംഭവം. അതുകൊണ്ട് എൻ്റെ ഫോട്ടോ ഒന്നും ക്ലിയർ ആയിട്ട് വന്നില്ല. ശിവഗംഗ ഈ ഫോട്ടോ എടുക്കണ കണ്ടതുകൊണ്ട് ശിവഗംഗ 2-3 ഫോട്ടോയിലൊക്കെ ചിരിച്ചിരുന്നു. പക്ഷെ ഞാൻ എങ്ങാണ്ടൊക്കെ വായി നോക്കിയിരിക്കുന്ന ഫോട്ടോയാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടായയിൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോവുകയാണെങ്കിൽ എപ്പോഴും ചിരിച്ചിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുന്ന പോലെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന ആൾ നമ്മുടെ നല്ല ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് തരും. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം. ഇങ്ങനെ നദിയിൽ പില്ലർ നാട്ടി ഒരു ഷോപ്പിംഗ് ഏരിയയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവരിതൊരു മെയിൻ അട്രാക്ഷനാക്കി ടൂറിസ്റ്റുകൾ ഒരുപാട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വളരെ ഹാപ്പിയോടെ ബോട്ട് യാത്രയെല്ലാം ആസ്വദിച്ച് തിരിച്ച് ഈ വഴിയെല്ലാം നടന്നു പോകും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങാതിരിക്കില്ലല്ലോ. കണ്ടോ, നമുക്ക് ഇപ്പോഴേ കാണാം. ഞങ്ങൾ ഈ ഷോപ്പിലെല്ലാം എങ്ങനെ കയറും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബോട്ട് പോയിക്കൊണ്ടിരുന്നത്. പണ്ടൊക്കെ നദിയോട് ചേർന്നിട്ടായിരുന്നല്ലോ നഗരങ്ങളുടെ വികസനം നടന്നിരുന്നത്. അപ്പോൾ ഈ നദിയിൽ ബോട്ടിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വിറ്റിരുന്നാണ് ഇവരെല്ലാം കുറേ ആളുകൾ ഉപജീവന മാർഗം ചെയ്തിരുന്നത്. നമ്മുടെ കേരളത്തിലും പണ്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതെല്ലാം സ്റ്റോപ്പായെന്ന് മാത്രം. ആ തായ്ലൻഡിലെ ആ ആളുകൾ ചേർന്ന് ഒരു സംരംഭം തുടങ്ങിയതാണ് ഇത്. അവരുടെ കൾച്ചറും ഫുഡും എല്ലാം വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാനായിട്ട് ഒരു സ്ഥലം. ഇത് അവരുടെ ലോക്കൽ ഭക്ഷണവും ലോക്കൽ വസ്ത്രങ്ങളും എല്ലാം അങ്ങനെ തനതായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പുകളാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന കടയിൽ മാംഗോ സ്റ്റിക്കി റൈസ് വിൽക്കുന്നുണ്ട്. തായ്ലൻഡിലെ മെയിൻ ഒരു ഭക്ഷണമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇവിടെ വരുന്ന എല്ലാവരും ഇത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും കഴിക്കും. ഇപ്പോൾ ദൂരെ കാണുന്ന ആ ഒരു ഏരിയ ഉണ്ട്, അതൊരു ഫോട്ടോ പോയിൻ്റാണ്. നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു. ഇതാണ് ആ ഫോട്ടോ. ഇപ്പുറത്തെ സൈഡും ഉണ്ട് ഇതുപോലത്തെ ഡ്രസ് ഷോപ്പുകള്. ഇത് നമ്മളവിടെ ഇന്നലെ കണ്ട ഏരിയ പോലില്ലേ ആ പ്രതിമ, രാജാവിന്റെ റാണിയുടെ ഒക്കെ ഡ്രസ്. ചിലപ്പോൾ ഇവിടെ റെന്റിന് നമുക്ക് ഇടാനായിട്ട് തരുമായിരിക്കും. പൈസ കൊടുക്കണം. 400 ബാറ്റങ്ങാണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് അടുത്തൊരു സെക്ഷനാണ്, പണിയുന്നുള്ളൂ തോന്നുന്നു. ഒരു തൂക്കുപാലം മേലോട്ട് കയറി പോവാം. അങ്ങ് ദൂരെ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കാണാം. ആ എഴുതിയൊക്കെ തന്നെ ഒരു ബോട്ടിന്റെ ആകൃതിയിലാണ്. അതിന് മേൽക്കൂരും ബോട്ടിങ്ങാണ്. ഇതൊക്കെ പുതിയ ഇവിടുത്തെ മ്യൂസിയം വീടുകളാണ്. അവിടുത്തെ ആ ഒരു മേൽക്കൂര ഉണ്ട്, ഒരു ടോണിക്കൽ. ഏകദേശം ഇന്ത്യൻ ആർക്കിടെക്ചറുമായിട്ട് ഒരു സാമ്യമുണ്ട്. ഇത് ഒരു പശുവിന്റെ പ്രതിമ. കുറെ മൺഭരണികളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ റിയൽ പശുവുണ്ട്. പിന്നെ പക്ഷെ വെയിൽ കൂടുതലായിരിക്കും, ചൂട് കൂടുതലായിരിക്കും. ഈ വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ കൊണ്ടേ ഇവിടെ താമസിക്കുന്നത്. എ സിയിൽ തന്നെ ഇരിക്കേണ്ടി വരും നമ്മള്. എനിക്കത് താമസ സ്ഥലമാണെന്ന് തോന്നുന്നു. വീണ്ടും ഷോപ്പുകൾ വരുന്നുണ്ട് അവിടെ. അത് ചിക്കനും മീനും ഒക്കെ വിൽക്കുന്നുണ്ട് അവര്.
വേറെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ചായ് തായ് തായ് ചാത്തായ് ചാത്തായ് തായ്. ഇവിടെ മസാജിങ് പാർലർ ഉണ്ട് കേട്ടോ. കുറെ ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. ലിറ്റിൽ ഫിഷ്. എല്ലാ ബോട്ടിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിന്റെ ഫ്രണ്ടിലും ഉണ്ട് അല്ലേ. ലിറ്റിൽ ഫിഷ് ഇൻ ബാംബു. ഈ ഒരു വള്ളം കണ്ടോ, എനിക്ക് ഒരു കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഫ്ലവർ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ട്. അതോ വേറെ വല്ല സ്പെഷ്യലി കൊണ്ടുപോകാനാണെന്ന് അറിയില്ല. ഒരു കോഴിപ്പൂരവിടെ പൂവൻകോഴി ഇതേ അവിടെ ഇതേ അങ്ങോട്ട് വെക്കും. പ്രതിമ. അപ്പോൾ നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നൊരു സ്ലോപ്പിൽ ബോട്ടുകാരൻ നമ്മളെ ഇറക്കി വിടും. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളും അറിഞ്ഞത്. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ഒരു ചെറിയ ഷോപ്പിൽ ആനക്കുട്ടികളാണ്. ഞങ്ങൾ ബോട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇങ്ങോട്ടം ഏറ്റവും മാർക്കറ്റിന്റെ ഏറ്റവും ലാസ്റ്റ്. ഇവിടെ നിന്ന് നടന്നു പോണം. അല്ല ഈ ശരിയാ. മാംഗോ സ്റ്റിക്കി റൈസ് ശിവഗംഗ കഴിക്കാൻ പോവാണ്. സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ. ആണ് തുറന്നപ്പോൾ ഉള്ള സീൻ. ഒരു മാങ്ങ പീസിന്റെ മുകളിൽ കുറച്ച് റൈസ് വെച്ചിരിക്കുകയാണ്. മാംഗോ സ്റ്റിക്കി റൈസ് എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല, പപ്പിക്കില്ല, കുഴപ്പമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നല്ലതാണോ? നല്ലതാ, എനിക്കിഷ്ടായി. മാംഗോ സ്റ്റിക്കി റൈസ് സൂപ്പറാണ്. ലഞ്ചിന് ഞങ്ങൾ കഴിക്കുന്ന ചിക്കൻ സ്റ്റിക്സ് ജ്യൂസ് ആണ് ഞങ്ങൾ കഴിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലൊന്നും കിട്ടാത്തതും തായ്ലൻഡിൽ മാത്രം കിട്ടുന്നതുമായ പുഴു ഫ്രൈകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പുഴു ഫ്രൈ, പാറ്റ ഫ്രൈ, ഈച്ച ഫ്രൈ, പുൽച്ചാടി ഫ്രൈ, ഇത് പാറ്റയാണെന്ന് തോന്നുന്നു. പിന്നെ തേള് ഫ്രൈ, ഇതെല്ലാം ഇവിടെ കിട്ടും. ഇതാണ് മിസ്റ്റർ തേൾ ഫ്രൈ. അടുത്തതായി മെയിൻ ഐറ്റം ക്രോക്കഡൈൽ ഫ്രൈ. ഇവിടെ ഉണ്ട് ക്രോക്കഡൈൽ ഫ്രൈ, ഗ്രിൽഡ് പോർക്ക് വിത്ത് സ്റ്റിക്കി റൈസ്, ഗ്രിൽഡ് ക്രോക്കഡൈൽ മീറ്റ്. ഇതെല്ലാം ഗ്രിൽഡ് ക്രോക്കഡൈൽ മീറ്റ് ആണ്. പിന്നെ അതിന്റെ ഒരു ഫീല് വരാൻ വേണ്ടി ഒരു പിക്ചർ വെച്ചിട്ടുണ്ട് ഇവിടെ. പിക്ചർ അല്ല, പ്രതിമ. അതിന്റെ ഉള്ളിൽ വല്ലതും ഫില്ല് ചെയ്യണ്ടോന്ന് തോന്നുന്നു. എനിക്ക് ബണ്ണ് പോലെ ഇരിക്കും അതിന്റെ അകത്തൊക്കെ. ഇവിടുത്തെ ദൈവങ്ങളുടെ ഒക്കെ ഒരു പിക്ചർ, പിന്നെ പെൻസിലും പേനയും ഡയറിയും തായ്ലൻഡിന്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെയാണത്. തിളങ്ങുന്ന നമ്മുടെ ജാക്കി ചാൻ പോളുടെ മോഡല് ട്രൗസർ. തായ് ബോക്സിംഗ് ചെയ്യുന്നവർക്കാ. പപ്പി പറയാ ജാക്കി ചാൻ അല്ലാതെ. ജെംസിന്റെ വിലയാണ് 20. എന്തൊക്കെയാണോ എനിക്ക് തായ് ഭാഷ ചെയ്തുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. കമ്മല്, പിന്നെ പെൻഡൽ, ഇത് കുറെ ബ്രേസ്ലെറ്റുകൾ. അവിടുന്ന് കേട്ടതാണ് ഒരു സാധനം ദുരിയൻ. അതിന്റെ ഒരു ഏകദേശം നമ്മുടെ ചക്ക പോലെ ഇരിക്കും, ചക്കയും മാങ്ങയും പോലെ ഉണ്ടാവും. ഭയങ്കര മണമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വെച്ചുകൊണ്ട് മണമൊന്നും അറിയുന്നില്ല. കുറേ ഉണ്ട്. ദുരിയൻ ഷോപ്പാണിത്. എത്ര രൂപയാന്ന് ഇവരെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അവിടെ ഉണ്ട് 210, 222, 180, 162 ഒക്കെയാണ്. ഇതാണ് ദുരിയൻ. ഈ ഒരു സെക്ഷൻ ഫുൾ ഫുഡാണ്. കുറെ നൂഡിൽസും പിന്നെ ചിക്കൻ സ്റ്റീക്സും. മട്ടൺ കുറവാണ് ഇവിടെ. പോർക്കും ചിക്കനുമാണ് കൂടുതൽ. പിന്നെ ഫിഷ് ഉണ്ട്. ഈ ഒരു ഏരിയ മുഴുവനും ഭക്ഷണത്തിന്റെ ഏരിയ. നടന്നോ ഞാൻ വരാം. ഒരാള് നൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടോണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. വളരെ ചൂട് നൂഡിൽസ്, ഇവരുടെ തായ് സ്പെഷ്യൽ നൂഡിൽസ്. കുളിക്കുന്ന സാധനമാണ്. സോപ്പൊക്കെ നല്ല ഡിസൈൻ സോപ്പാണത്. എന്താ മുതലയുടെയും മാങ്ങയുടെയും പൂവലിന്റെ ഒക്കെ ഇതെല്ലാം സോപ്പുകളാണ്. നല്ല മണമാണ്. നല്ല മണമുള്ള സോപ്പുകൾ. ഒരെണ്ണത്തിന് 69 രൂപ. 69 തായ് ബാത്ത്. അങ്ങനെ അങ്ങോട്ട് ബോട്ടിൽ പോയ ദൂരം അത്ര ഇങ്ങോട്ട് ഷോപ്പുകളിലൂടെ നടന്നു വന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അടിപൊളിയായിരുന്നു എന്തായാലും. ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഷോപ്പിങ്ങും എല്ലാം. അപ്പോൾ ഇതിൻ്റെ എക്സിറ്റും പാർക്കിങ്ങിലേക്കുള്ള പോകുന്ന വഴിയാണ്. ഇതാണ് ഈ മാർക്കറ്റിലെ അവസാനത്തെ ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എല്ലാം എടുത്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു.
Thank you for watching my video. Like, share and subscribe my channel.